ഹലോ നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്. പുതിന ഉപയോഗിച്ചിട്ടുള്ള ഒരു റൈസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ലഞ്ചിന് ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്. കുറച്ച് എണ്ണ നമ്മളൊരു പാത്രത്തിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് ചോക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജീരകം ചുവന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്താണ്. അതൊന്ന് ചുവന്ന് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാഷ്യൂ നട്ട്സ് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കാം. സവാള ഒന്ന് ലൈറ്റായിട്ട് പിങ്ക് നിറാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ ബാസ്മതി റൈസ്, നീളത്തിലുള്ള ബാസ്മതി റൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അരി നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവാണ് ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുതിന കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു അര ലൈമിൻ്റെ ജ്യൂസാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അരി കുക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരി നന്നായിട്ട് കുക്കായി നമ്മുടെ പുതിന റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ റൈത്തയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.